കൊട്ടിയൂർ പെരുമയുടെ 25ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇത് കലം തലയിൽ വെക്കാനുള്ള തെരിയാന്ന് പറയും. അപ്പം അത് ഉണ്ടാക്കിയിരിക്കുന്നത് വട്ടപ്പിലാല എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ വിളിക്കുന്ന ചെടിയുടെ ഇല കൊണ്ടാണ്. നമ്മൾ ഈ കൃഷ്ണകിരീടം എന്നൊക്കെ പറയുന്ന അതിൻ്റെ ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണ്. ഇതിൻ്റെ പൂക്കൾ വെള്ള നിറത്തിലുള്ള പൂക്കളായിരിക്കും. അപ്പോൾ വട്ടപ്പിലാല അതിന് നമ്മുടെ പ്രാദേശിക ഭാഷയാണ് വട്ടപ്പിലാല. നല്ല ചൂട് ജനറേറ്റ് ചെയ്യും എന്നതാണ് ഈ ഇലയുടെ ഒരു പ്രത്യേകത. ഈ തെരിയ വെക്കുന്നത് കൊണ്ട് തലയ്ക്ക് നല്ല ചൂട് കിട്ടും. മഴ കൊണ്ട് നനഞ്ഞു വിറച്ചിട്ടായിരിക്കുമല്ലോ കൊട്ടിയൂരിലേക്കുള്ള യാത്ര. നല്ലൂരാൻ മഠത്തിലേക്ക് ആളുകൾ ഒറ്റയായും കൂട്ടമായും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ഭയ, ഭക്തി, ബഹുമാനങ്ങൾ നിഴലിക്കുന്നത് എനിക്ക് വ്യക്തമായി കാണാം. മടപ്പറമ്പിലേക്ക് കയറാൻ പറ്റുമോ, ഈ ചടങ്ങുകളൊക്കെ കാണാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയുമുണ്ട് ചിലരുടെ മുഖത്ത്. പൊതുവെ നല്ലൂരാന്മാരുടെ ചടങ്ങുകളെല്ലാം ഗോപ്യമായിട്ടാണ് കരുതപ്പെടുന്നത്. അതായിരിക്കും ഇതിനൊരു കാരണം. എന്നാൽ ഇക്കരെ കൊട്ടിയൂരിൽ എത്തുന്നത് വരെയുള്ള ചടങ്ങുകൾക്ക് വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല. സ്ഥാനികർക്കുള്ള പനയോലക്കുടയാണ് ഈ വരുന്നത്. ഉച്ചക്കുള്ള ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. ചക്കക്കുരു കൊണ്ടുള്ള ഒരു കറിയായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ? ഇത് വെള്ളരിക്ക കൂട്ടുക. വെള്ളരിക്ക, വെള്ളരിക്ക, ചക്കക്കുരു, ഇതെല്ലാം പച്ചക്കായി, മോര്, അതെ, ഒരു തരം കാളൻ അല്ലേ ഉണ്ടാക്കുന്നത്. അല്ലാതെ വേറെ മറ്റുള്ളൊന്നുമില്ല. വെള്ളരിക്ക, ചക്കക്കുരു, പച്ചക്കായി, പിന്നെ തേങ്ങ ഇങ്ങനെ ഇട്ടിട്ട് മോര് ഒഴിച്ചിട്ട് ഒരു കറി വെക്കും. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു വറവ് പോലെ നമ്മളെ കായും ചക്കക്കുരു ഇട്ടിട്ട് ഒരു വറവാകും. അതിനുശേഷം പിന്നെ ഒരു പാനകം ഉണ്ട്. പാനകം അത് നേരത്തെ പറഞ്ഞല്ലേ, മറ്റേ തേന്, തേങ്ങാപ്പാല്, തേങ്ങയുടെ വെള്ളം ഇത് ചേർത്തിട്ടുണ്ടാക്കുന്നൊരു വെല്ലം, ശർക്കര, തേങ്ങാപ്പാല്, തേന്, പിന്നെ നമ്മൾ വെള്ളം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നൊരു പാനകം. ആ പാനകമാണ് ഇവിടുന്ന് കഴിക്കുന്നത്. ഇതിൽ വെല്ലം മാത്രമേ നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനം തന്നെ. എഴുന്നള്ളിപ്പിന് അണിയാനുള്ള പുത്തൻ മാറ്റുകളാണ് പലകപ്പുറത്ത് വെച്ചിരിക്കുന്നത്. കളഭമണിയുന്ന ഈ ചടങ്ങ് തന്നെ ഈശ്വരീയത നിറഞ്ഞു നിൽക്കുന്നതാണ്. നൂറുകണക്കിന് ആളുകൾ ചേരുന്ന ഇടത്തുള്ള ബഹളങ്ങളൊന്നും ഇവിടെ കേൾക്കാനില്ല. ഈ ഗ്രാമഭൂമിയിലെ ജനങ്ങൾ ചടങ്ങിന് അത്രയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതിനുള്ള കാരണം. സ്ഥാനികരാണ് ആദ്യം തന്നെ കുളത്തിൽ നിന്ന് കുളിച്ച് തയ്യാറാവുന്നത്. പിന്നീട് ചിട്ടയോടെ കളഭം ധരിക്കുന്നു. പണ്ടുകാലം മുതൽക്കേ രൂപപ്പെടുത്തി വെച്ച ഒരു ചിട്ടയും രീതിയും ഈ ചടങ്ങുകൾക്കൊക്കെയും കാണാം. കൈലാസപതിയോടുള്ള ബഹുമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹത്വം എല്ലാ ചടങ്ങുകൾക്കുമുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനുള്ള ചടങ്ങുകളാണ് അടുത്തതായി നടക്കുന്നത്. ഇതിനായുള്ള ഇരുത്തമൊക്കെ പാരമ്പര്യ രീതിയിൽ തന്നെയാണ്. ബുക്കറ്റിരിക്കുക എന്നാണ് ഇതിന് ഞങ്ങൾ പറയാറുള്ള പേര്.
പലക പോലുള്ള ഇരിപ്പിടങ്ങൾ ഒന്നും ഉപയോഗിക്കാതെയുള്ള ഒരു രീതിയാണിത്. മൺകലത്തിൽ നിറച്ചാണ് ഓരോ ഇലയിലേക്കും ചോറ് വിളമ്പുന്നത്. കലം നിറയെ വിളമ്പുന്ന ചോറിൽ നിന്ന് 2 നുള്ളിലേറെ ഇവർ കഴിക്കുകയില്ല എന്നുള്ളത് ഏറെ രസകരമായ ഒരു കാഴ്ചയും കാര്യവുമാണ്. ദേവാദിദേവനായ മഹാദേവന്റെ ചടങ്ങുകളൊക്കെയും ഇത്തരം മായാജാല കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നവയാണ്. വലിയ ചെമ്പുകളിൽ പാചകം ചെയ്ത ഭക്ഷണം മുഴുവനായും ഈ 16 ഇലകളിലേക്ക് പകർന്നു കൊടുക്കപ്പെടുന്നു. മുന്നിൽ വിളമ്പപ്പെട്ട പാനീയമായ പാനകം മാത്രമാണ് ഇവർ അല്പമെങ്കിലും കഴിക്കുക. പെട്ടെന്ന് കാര്യങ്ങൾ മാറിമറിയുന്നത് പോലെ നമുക്ക് തോന്നിത്തുടങ്ങുന്നു. എല്ലാറ്റിനും ഒരു വേഗത കൂടുന്നത് പോലെ. വിളമ്പുകാരുടെ ചലനങ്ങളെല്ലാം ദ്രുതഗതിയിലാവുന്നു. വ്രതക്കാരിൽ ശിവഭൂതഗണങ്ങൾ ആവേശിക്കുന്നത് പോലെയുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവുന്നു. ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ കാഴ്ചകളാണ് പിന്നീട് അങ്ങോട്ട് കാണാൻ കഴിയുന്നത്. വിളമ്പിക്കൊണ്ടിരിക്കുന്ന പാത്രങ്ങൾ തുരുതുരെ പുറത്തേക്ക് പറന്നു വരുന്നു. മുറ്റത്ത് വെച്ച വെള്ളപ്പാനി ചവിട്ടിപ്പൊട്ടിച്ച് ഒരോട്ടമാണ് പിന്നീട് കുളത്തിലേക്ക്. പുതിയ മാറ്റ് ധരിച്ചതിന് ശേഷമാണ് കലങ്ങൾ തലയിലേറ്റുക.
ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.